ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ക്ലാസ് ടെസ്റ്റ് 3യുടെ റിവിഷനാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, വാട്ട് ഈസ് എ പാരൻറ്റ് കമ്പനി. എന്താണ് പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? എ കമ്പനി വിച്ച് ഹോൾഡ് മോർ ദാൻ 50% ഷെയർസ് ഓഫ് അതർ കമ്പനി. അതിനാണ് നമ്മൾ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 80% ഷെയർസ് വാങ്ങി നോക്കി. അപ്പോൾ മോർ ദാൻ 50% ഷെയർസ് അല്ലേ പർച്ചേസ് ചെയ്തേക്കണേ. അപ്പോൾ എ ലിമിറ്റഡിനെ നമ്മൾ പാരൻറ്റ് കമ്പനി എന്നും ബി ലിമിറ്റഡിനെ നമ്മൾ സബ്സിഡറി കമ്പനി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. പാരൻറ്റ് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഹോൾഡ് മെജോറിറ്റി, ദാറ്റ് മീൻസ് മോർ ദാൻ 50% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് അനദർ കമ്പനി. പാരൻറ്റ് കമ്പനീനെ പറയുന്ന വേറൊരു പേരാണ് ഹോൾഡിംഗ് കമ്പനി. പാരൻറ്റ് കമ്പനി ഈസ് ഓൾസോ കോൾഡ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ പാരൻറ്റ് കമ്പനി എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് വാട്ട് ഈസ് എ സബ്സിഡറി കമ്പനി? നമ്മൾ പറഞ്ഞില്ലേ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 80% ഷെയർസ് വാങ്ങുമ്പോൾ ബി ലിമിറ്റഡിനെയാണ് നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. എ സബ്സിഡറി ഈസ് എ കമ്പനി ഹൂസ് മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി. ഇപ്പോൾ എ ലിമിറ്റഡിൻ്റെ അല്ലേ അവരുടെ മെജോറിറ്റി ഓഫ് ഷെയർസ്, ബി ലിമിറ്റഡിൻ്റെ മെജോറിറ്റി ഷെയർസ് ആരുടെയില്ല? എ ലിമിറ്റഡിന്. സോ നമ്മൾ ബി ലിമിറ്റഡിനെ സബ്സിഡറി കമ്പനി എന്നാണ് പറയുന്നത്. വാട്ട് ആർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഒരുമിച്ചാക്കി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ദി കമ്പൈൻഡ് ഓർ അഗ്രിഗേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പാരൻറ്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ്. പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറീൻ്റെയും കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബിസിനസ് കോമ്പിനേഷൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കഗ്നൈസ്ഡ് ഓൺ ഡാഷ് ഡേറ്റ്. ബിസിനസ് കോമ്പിനേഷൻ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്നാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഓൺ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അക്വിസിഷൻ്റെ ഡേറ്റാണ് ബിസിനസ് കോമ്പിനേഷൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കഗ്നൈസ്ഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓർ വാട്ട് ഈസ് വാട്ട് ഈസ് പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോഫിറ്റ് പഠിക്കുന്നുണ്ട്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് അക്വിസിഷന് മുമ്പുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അതുപോലെ തന്നെ അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി സബ്സിഡറി കമ്പനി അപ് ടു ദ ഡേറ്റ്. അത് ശ്രദ്ധിച്ചോളൂ, അപ് ടു ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അക്വിസിഷൻ വരെയുള്ള ദിവസത്തെ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഈസ് കോൾഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അതിനെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി സബ്സിഡറി കമ്പനി ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അക്വിസിഷന് ശേഷം സബ്സിഡറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? വീഡിയോ തന്നെ പഠിക്കാൻ നോക്കാം. പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി സബ്സിഡറി കമ്പനി അപ് ടു ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഈസ് കോൾഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി സബ്സിഡറി കമ്പനി ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അക്വിസിഷന് ശേഷം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് പറയുന്ന വേറൊരു പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ ഒരു പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ 60% വാങ്ങിയതുള്ളൂ നോക്കി. അപ്പോൾ ഈ 60% ഷെയർസുമെയാണ് പാരൻറ്റ് കമ്പനിക്ക് പവറുള്ളൂ. ബാക്കി 40% ആരുടെയൊക്കെ പവർ? പബ്ലിക്കിന് അല്ലേ. ഈ 40% ഷെയർസിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ 40% അവർക്കാണ് കൺട്രോൾ, പാരൻറ്റ് കമ്പനിക്ക് അതിൽ കൺട്രോളില്ല. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ, എക്സാമ്പിൾ എക്സ് ലിമിറ്റഡ് ഹോൾഡ് 80% ഓഫ് ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. ഇവിടെ എക്സ് ലിമിറ്റഡിൻ്റെ എത്ര ഷെയർസാണ് വൈ ലിമിറ്റഡിൻ്റെ വാങ്ങിയേക്കണേ? 80% ഷെയർസ് അല്ലേ. അപ്പം ബാക്കി 20% ആരുടെയിലായിരിക്കും? പബ്ലിക്കിൻ്റെ അല്ലേ. മൈനോറിറ്റി ഗ്രൂപ്പ് ഹാസ് പ്രൊപ്പോർഷനേറ്റ് 20% ഇൻ ദ നെറ്റ് അസറ്റ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിൻ്റെ 20% ആയിരിക്കും എക്സ് ലിമിറ്റഡിൻ്റെ ഉള്ളത്. ബാക്കി 80% പാരൻറ്റ് കമ്പനീനായിരിക്കും. അതിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. തിയറി നോക്കാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ദ പോർഷൻ ഓഫ് എ സബ്സിഡറി കമ്പനി സ്റ്റോക്ക്
ദാറ്റ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദി പാരൻറ്റ് കമ്പനി. ഇവിടെ പാരൻറ്റ് കമ്പനിയുടെ എത്ര ഷെയറാ? 80% ഷെയർ. പാരൻറ്റ് കമ്പനിയുടെ അല്ലാത്തത് എത്രയാ? 20%. ഈ 20%നെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദി പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസറ്റ് ദാറ്റ് ബിലോങ്ങിങ് ടു ദി ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഗ്രൂപ്പ്. അത് പാരൻറ്റ് കമ്പനിയുടെ അല്ല, 20%. അത് ഔട്ട്സൈഡ് പാർട്ടിയുടെയിലാണ്. ഈ 20%നെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ദ പോർഷൻ ഓഫ് എ സബ്സിഡറി കമ്പനി സ്റ്റോക്ക് ദാറ്റ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദി പാരൻറ്റ് കമ്പനി. അത് ആരുടെയിലായിരിക്കില്ല? പാരൻറ്റ് കമ്പനിയുടെയിലായിരിക്കില്ല. അങ്ങനത്തെ ഷെയർസിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ് വിൽ? എന്താണ് ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ഗുഡ് വിൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക? അതിൻ്റെ 100% ഷെയർസും പാരൻറ്റ് കമ്പനി വാങ്ങാണ്ട് വരും. അപ്പോഴാണല്ലോ ഔട്ട്സൈഡേഴ്സ് വാങ്ങണത്. അപ്പോഴാണല്ലോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് വന്നത്. പക്ഷേ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് വന്നത് അപ്പോഴാണ്. ഇപ്പം നമ്മൾ പറയാൻ പോണത് എപ്പോഴാണ് ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ് വിൽ ഉണ്ടാവുന്നത്. ഈ പോയിന്റ് നോക്കിയേ, വെൻ ദർ ഈസ് നോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ എന്താ? 100% ഷെയർസ് ആരുടെയിലായിരിക്കും? പാരൻറ്റ് കമ്പനിയിലായിരിക്കും. ദ എക്സസ് ഓഫ് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് ഓവർ ദ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഈസ് മെഷേർഡ് ആസ് ഗുഡ് വിൽ. ഇതിൽ 2 ക്വസ്റ്റ്യൻ ആൻസർ വരും. അതായത് വാട്ട് ഈസ് മീൻ ബൈ ഗുഡ് വിൽ, വാട്ട് ഈസ് മീൻ ബൈ ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ് വിൽ. ഇപ്പം നമ്മളുടെ അടുത്ത് പറഞ്ഞത് ദ എക്സസ് ഓഫ് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് ഓവർ ദ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഈസ് മെഷേർഡ് ആസ് ഗുഡ് വിൽ. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 1,47,000. ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്. ഇവിടെ ഏതാണ് കൂടുതൽ? ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ് കൂടുതൽ. ഇങ്ങനെ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കൂടുതലും ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റ് കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഗുഡ് വിൽ ആയിരിക്കും. ക്ലിയർ ആയാ? ഇപ്പം അതാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നമ്മുടെ കഴിഞ്ഞു. ഇഫ് ദ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഈസ് ഇൻ എക്സസ് ഓഫ് എന്തിനേക്കാളും കൂടുതലായിട്ട് വരണം? ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡിന് കൂടുതലായി കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ഈസ് മെഷേർഡ് ആസ് ബാർഗെയിൻ പർച്ചേസ്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് നോക്കണമെങ്കിൽ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 1,20,000. ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1,47,000. ഇപ്പം നമുക്കറിയാം 1,20,000 നിന്ന് 1,47,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെഗറ്റീവാണ്. കാരണം ഏതാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്? ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അല്ലേ കൂടുതലായിട്ട് നിൽക്കേണ്ടത്, എന്നാലേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കുറവും ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റ് കൂടുതലായിട്ട് നിൽക്കണേ. അപ്പം നമുക്ക് കിട്ടുന്നത് ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ് വില്ലാണ്. ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ് വിൽ. നമുക്കൊന്നും കൂടി നോക്കാം. ഈ കണക്കിൽ നോക്കിയാൽ ഇവിടെ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 1,47,000. ഇവിടെ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റാണ് 1,47,000. അപ്പം നമ്മുടെ സെക്കൻഡ് പോർഷനും വലുതും ഫസ്റ്റ്, അതായത് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇവിടെ കുറവല്ല. അപ്പോൾ ഇതിനെ നെഗറ്റീവ് ഗുഡ് വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ്. ഇനി നിങ്ങൾ ഇത് വായിച്ചു നോക്കിയേ. ദ എക്സസ് ഓഫ് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. നോക്കിയേ, ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കൂടുതലല്ലേ എന്തിനേക്കാളും? ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റ് ഈസ് മെഷേർഡ് ആസ്, അതിനെ നമ്മൾ എന്നിട്ട് പറയാം ഗുഡ് വിൽ. ശരിയല്ലേ? അതിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇഫ് ദ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റ്, ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഇത് രണ്ടാമത്തെ, ഇൻ എക്സസ് ഓഫ് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇതിനേക്കാളും കൂടുതൽ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് ഐഡൻറ്റിഫൈഡ് അസറ്റ് ആണെങ്കിൽ ദ ഡിഫറൻസ് ഈസ് മെഷേർഡ് ആസ്, നമ്മൾ ആ ഡിഫറൻസിന് എന്താ പറയുക? ബാർഗെയിൻ പർച്ചേസ് ഓർ നെഗറ്റീവ് ഗുഡ് വിൽ.
ക്ലിയർ ആയില്ലേ? പിന്നെ നിങ്ങൾ ഗുഡ് വിൽ കാൽക്കുലേഷൻ്റെ പ്രോബ്ലം അതിൻ്റെ തിയറിയും അത് നിങ്ങൾ വീഡിയോ ക്ലാസ് കേട്ട് പഠിച്ചോളൂ. പിന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം, ഇത്രയും പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. ഗുഡ് വില്ലിൻ്റെ എല്ലാ മെത്തേഡുകളും നോക്കണം, അതുപോലെ തന്നെ നോൺ കൺട്രോളിങ്ങിൻ്റെ മൊത്തം മെത്തേഡ്സ് നോക്കണം. ഓക്കെ, താങ്ക് യു.